ഹലോ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഞാൻ ഫോണോടെ വെച്ച് ചാർജും ഇല്ലായിരുന്നു. രാത്രി ഒന്നും തീരെ ഇറങ്ങിയിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ മേലെ സിറ്റൗട്ടിലാണ് കയറിയിരുന്നത്. ഇവിടെ റൂം ഫുള്ളായിരുന്നു ലേഡീസിന്. ജെൻസിൻ്റെ റൂമിലേക്ക് നമ്മൾ കുട്ടികൾ 5 ആൾ സിറ്റൗട്ടിൽ പോയി കിടന്ന്. പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റില്ല. 8 മണിക്കാണ് നമ്മൾ കിടന്നിട്ടുള്ളത്. അല്ല, 1 മണിക്ക് കിടന്നിട്ട് 1:30 നിൽക്കണം, 2:30 നിൽക്കണം, 2 മണിക്ക് നിൽക്കണം. പിന്നെ 3 മണി വരെ നമ്മൾ സഹിച്ചിട്ട് നേരെ ഇവിടെ വന്ന് ഇവിടെ അടച്ചിട്ടുണ്ടാവും എന്തായാലും അറിയാം. അതുകൊണ്ട് നമ്മൾ വരാതെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വന്ന് അപ്പോൾ ഇവിടെ നിസ്കരിക്കാൻ തയ്ച്ചത് കാര്യങ്ങൾ നിസ്കരിക്കാൻ നിൽക്കാൻ ടൈമായിട്ട് നമ്മളിവിടെ കിട്ടി. കയറിയപ്പോൾ ഹൗസ്ഫുള്ളായിരുന്നു. എന്താണ് അപ്പോൾ ഇങ്ങനെ ഉറങ്ങി 2 മണിക്കൂർ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നീച്ച പാടെ ഫ്രഷ് ആയിട്ട് ഒന്ന് വെളുത്തപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂളിൻ്റെ അവിടെ ഒന്ന് പോയതാണ്. പക്ഷെ എന്നെ അവിടെ ഇല്ല കൊണ്ടുപോയി കണ്ടിട്ട് അങ്ങനെ ഒന്നാകെ നനഞ്ഞ് വിളിച്ച് അപ്പോൾ അതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ട്രെക്കിങ്ങിന് പോകണമെന്ന് അറിയണ്ടേ. ട്രെക്കിങ്ങിന് പോകണമെങ്കിൽ ആ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രെക്കിങ്ങിന് പോകാൻ അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എല്ലാവരും നീച്ചിട്ടുണ്ട്. അല്ല നമ്മൾ ട്രെക്കിങ്ങിനായിട്ട് പോയിക്കൊണ്ട് കേട്ടാ. കുറച്ച് പേര് പോയിന്ന് പറഞ്ഞ് വായോ. മതി മതി. അപ്പതാ നമ്മൾ ട്രെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാവരും നടന്നു പോയിട്ടുണ്ട്. ബാക്കി രണ്ട് കൂട്ടി നടന്നു പോയിട്ടുണ്ട്. അടുത്ത നമ്മൾ റിസോർട്ട് വന്ന ഈ ഒരു കാട്ടുമുക്കില് റിസോർട്ടുണ്ട്. നമ്മളിതാ തിരിച്ചു പോവുകയാണ്. നമ്മളിവിടെ കണ്ട് ഒന്ന് കാണാൻ വന്നായിരുന്നു. നമുക്ക് കയറാൻ നമ്മളെ കുട്ടികൾ അപ്പൊ അതാ നമ്മള് ഇതെന്ത് കുന്നാന്ന് മുട്ടക്കുന്ന ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കട്ടോ. ആദ്യം നമ്മള് വരില്ല വിചാരിച്ച്, പിന്നെ കേറാന്ന് വിചാരിച്ച് എന്താ നമ്മള് കേറിക്കൊണ്ട് നിൽക്കണം. ഒരു ടീം അപ്പുറത്ത് കൂടി പോയിട്ടുണ്ട്. അവൻ തിരിച്ച് നേരെ റൂമിലേക്ക് പോയച്ചായിരുന്നു. പിന്നെ നമ്മള് കേറാന്ന് കരുതി. ഒരു ടീം വേറെ വൈക്കൂടി പോയി. ഒരു ടീം ഇതാ ഇറങ്ങുന്നുണ്ട്. അവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ നല്ല സ്ലിപ്പാവണ്ടേ, ശ്രദ്ധിച്ചു കാരണം ഈ കടയുണ്ട്. തള്ളാന്ന് കുറച്ച് എനിക്കറിയാം. അവിടെ നമ്മളെ ടീമുണ്ട് കേട്ടോ. അവിടെ നമ്മളെ ടീമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു ടീം ഒരു വഴി വയ്ക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ടെന്ന്. അവിടെ ഒരു ടീം ഇറങ്ങണ്ടായിരുന്നു. ഒരു ടീം ഇതാ നമുക്ക് അതാട്ടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെ എത്തണം. അവിടെ ഇറങ്ങിയാ ശരി. ഒരു ടീം പോയിക്കണം കേട്ടോ. വേറെ ടീം വേറെ വഴിക്ക് പോയി. റേഞ്ച് ഇല്ലായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോതാ റേഞ്ച് വന്നിക്കണ. നമ്മളെ സിം വർക്ക് ചെയ്യൽ തുടങ്ങിക്കണേ. അവിടെ ഒരു സിം വർക്ക് ചെയ്യില്ലായിരുന്നു. അവിടുത്തെ വൈഫൈ ആണെങ്കിൽ തീരെ റേഞ്ച് ചെയ്തിരുന്നു. കിട്ടുമ്പോ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. വി ആർ സക്സസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിരുന്നു. കയറിട്ടോ. ഒന്നുപാടെ ഒന്ന് കയറാണ്ട് ഒന്നും കൂടി ചെറിയൊരു കയറ്റം കയറാൻ. അതിവിടെ ഇവിടെ എത്തി. അപ്പോൾ ഇതാ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നല്ല ഭംഗിയുണ്ട് വ്യൂ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ഒരു മല കാണാൻ നിങ്ങൾക്ക്. അവിടെയാണ് നമ്മളൊരു ടീം ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു ടീം വന്നിരുന്നത്. ഇവരിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ കണ്ടില്ലേ
സംഭവം നല്ല ഭംഗിണ്ടാ. കുരിശുകുത്തിമല എന്നൊക്കെ പറഞ്ഞു. അവിടെ കുരിശു വന്ന് കുത്തും. എന്താണ് ഈ കുരിശുകുത്തിമലന്റെ? അങ്ങോളം ഇങ്ങോളമില്ല, മലയോര മേഖലയിലെ ജനങ്ങൾ സ്ഥാപിക്കുന്ന അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ച ഒരു പ്രത്യേകതരം വിശ്വാസമാണത്. അപ്പൊ ആ ഭാഗങ്ങളിൽ കുരിശ് സ്ഥാപിക്കുന്നത്. ആ ഭാഗങ്ങളില് ഈ മലയുടെ അപ്പുറത്ത് നെക്സ്റ്റ് മലയിലാണ് ആ കുരിശുള്ളത്. അപ്പൊ ആ ആ ഭാഗങ്ങളില് ജനവാസ യോഗ്യമാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ആളുകള് എന്താ പറയാ കൃഷി ചെയ്തിട്ടും പിന്നെ എന്താ പറയാ താമസിച്ചിട്ട് വാസയോഗ്യമാക്കിയിട്ടും ആ പ്രദേശത്തെ അനുയോജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇതൊരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് തന്നെ കേട്ടോ. നല്ല അടിപൊളി വൈബാണ്, നല്ല വൈബുള്ള സ്ഥലമാണ് ഇത്. ഒരു അതെ അതെ, സംഭവം നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടത്. ഇതൊരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് തന്നെയാണ്. ഞങ്ങൾ സംഭവം വരണമെന്ന് വിചാരിച്ചതല്ല, രാവിലെയാണ് ഇങ്ങനൊരു ട്രക്കിങ്ങിന് പോവാന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ കയറുമ്പോൾ കുറച്ച് വീഡിയോ എടുത്ത്, ഇവിടെ എത്തിയതിനു ശേഷം വീഡിയോ എടുത്ത് നമ്മളിനി ഇറങ്ങാൻ പോവാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നമ്മളിനി ഇറങ്ങാൻ പോവാണ്. ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റൂല കാരണം ഉരുണ്ട് പോകും. കാരണം ഇറങ്ങാൻ നല്ല പേടിയുണ്ട്, വീഴുമെന്ന് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പം നമുക്ക് ഇറങ്ങിയതിന് ശേഷം കാണാം ഇൻഷാ അല്ലാ. അപ്പോൾ ഗൈസ് നമ്മൾ മല ഇറങ്ങി. കാരണം കയറുന്ന ഒരു സുഖമില്ല, ഇറങ്ങാൻ നല്ല പേടിയുണ്ടായിരുന്നു, നല്ല വെഴുക്കലുണ്ടായിരുന്നു. കുറേ വെക്കിക്കും കേട്ടാ. സമ്മാനം അടിപൊളിയായിരുന്നു. ഇതൊക്കെ അഡ്വഞ്ചർ അല്ലേ. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് വെക്കാം. പറ്റണവർ ഇങ്ങനെ കയറ്റങ്ങളൊക്കെ കയറാൻ പറ്റുന്നവരാണെങ്കിലും പകുതി ഇരിക്കും. അതപ്പം നടക്കാൻ പറ്റുള്ളവർ. അപ്പം ഇതാ നമ്മളിനി റൂമിൽ പോവാണ്. സംഭവം നല്ല ഉഷാറായിട്ടൊക്കെ ഇഷ്ടമായി. അപ്പം നമ്മൾ റൂമിൽ പോവാണ്. വെള്ളമില്ല, അത് ഞങ്ങളൊരു വെള്ളം കുപ്പി പോലും എടുത്തിട്ടില്ല എത്ര നേരമായിട്ട്. നീറ്റിന് ശേഷം വെള്ളം കുടിച്ചിട്ടില്ല, വേറെ കാര്യം. നേരെ പോന്നതല്ലേ. അപ്പം ഇതാ ഞങ്ങൾ റൂമിൽ പോവാണ്. റൂമിൽ നിന്ന് കാണാം. അപ്പം നമ്മൾ ഫുഡ് കയറുന്നുണ്ട്. നല്ല വെള്ളവും കടലക്കറി ഉണ്ട്, മുട്ടക്കറി ഉണ്ട്. പക്ഷെ നമ്മളിവിടെ കടലക്കറി എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ അനുസരിച്ചിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരം ഉണ്ടായി നടക്കാൻ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ അത്ര നല്ല ഫുഡിൻ്റെ ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ മ്യൂസിയം കാണാണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വേഗം പോകുന്നത് 5:30 വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടുന്ന് വേഗം പോകുന്നത്. അപ്പോൾ ഇതാ മ്യൂസിയം ഇല്ലാതോ. കേക്കോണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. വൈകിട്ട് ഇറങ്ങുന്നുണ്ടാവില്ല. അപ്പോൾ നേരം